ദൈവനാമം വാഴ്ത്തപ്പെടുമാറാണ്. ദൈവത്തിൻ്റെ കൃപയാൽ യോശുവയുടെ പുസ്തകം എന്ന വിഷയത്തിൻ്റെ 6-ാമത്തെ സെക്ഷൻ പറഞ്ഞവരെയും കർത്താവ് നമ്മെ സഹായിച്ചു തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിനായി, സഹകരണത്തിനായി, പ്രാർത്ഥനയുടെ പിൻബലത്തിനായി നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് 16-ാം അധ്യായത്തിന് 1-ാം വാക്യം മുതലാണ് നമ്മൾ ഈ സെക്ഷൻ ആരംഭിക്കുന്നത്. 16-17 അധ്യായങ്ങളിലെ മുഖ്യ പ്രതിവാദി വിഷയം എന്നുള്ളത് യോസേപ്പിൻ്റെ മക്കൾക്ക് അവകാശം കിട്ടിയ ദേശത്തെക്കുറിച്ചുള്ളതായ വിവരണങ്ങളാണ്. നമുക്ക് 16-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ പ്രവേശിക്കാം. യോസേപ്പിൻ്റെ മക്കൾക്ക് കിട്ടിയ അവകാശം. യെരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് യെരിഹോ വെള്ളത്തിങ്കൽ മരുഭൂമിയിൽ തന്നെ തുടങ്ങി യെരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേത്തിലേക്ക് കയറി ബേതിലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്കരുടെ അതിരായ അരോരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്തെ ബേത്ത് ഹെരോൻ്റെ അതിര് വരെ ഗോസേർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തെങ്കിൽ അവസാനിക്കുന്നു. അങ്ങനെ യോസേഫിൻ്റെ പുത്രന്മാരായ മനശ്ശേക്കും എഫ്രൈമിനും അവകാശം ലഭിച്ചു. എഫ്രൈമിൻ്റെ മക്കൾക്ക് കുടുംബമായി കിട്ടിയ ദേശഭേദന്നാൽ കിഴക്ക് അവരുടെ അവകാശമായ അതിർ മെലേത്ത ബേത്ത് ഹെരോൻ വരെ അതോരത്ത് അധാറായിരുന്നു. ആ അതിർ മിക്മെദാത്തിൻ്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനത്ത് ശിരോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനകത്ത് കൂടി യനോഹയുടെ കിഴക്ക് കടന്ന് യനോഹയിൽ നിന്ന് അദാരോത്തിനും നാരോത്തിനും ഇറങ്ങി യെരിഹോവിലെത്തി യോർദാങ്കൽ അവസാനിക്കുന്നു. തപ്പുഹായിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാതോട് വരെ ചെന്ന് സമുദ്രത്തെങ്കിൽ അവസാനിക്കുന്നു. എഫ്രൈം ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളും ഒക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗസേരിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കി കളഞ്ഞില്ല. കനാന്യർ ഇന്ന് വരെ എഫ്രൈമരുടെ ഇടയിൽ ഊഴിയ വേല ചെയ്ത് പാർത്തു വരുന്നു. യോസേഫിൻ്റെ ആദിജാതനായ മനശ്ശയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശയുടെ ആദിജാതനും ശിലയാദിൻ്റെ അപ്പനുമായ മാഖീർ യുദ്ധവീരനായി ഇരുന്നതുകൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശയുടെ ശേഷം പുത്രന്മാരായ അബിയേസറിൻ്റെ മക്കൾ, ഹേലേക്കിൻ്റെ മക്കൾ, അസ്രിയേലിൻ്റെ മക്കൾ, ഷെഖേമിൻ്റെ മക്കൾ, ഹേഫരിൻ്റെ മക്കൾ, ഷെമീദാവിൻ്റെ മക്കൾ എന്നിവർക്കും കുടുംബമായി ഓഹരി കിട്ടി. അവർ കുടുംബമായി യോസേഫിൻ്റെ മകനായ മനശ്ശയുടെ മക്കളായിരുന്നു. എന്നാൽ മനശ്ശയുടെ മകനായ മാഖീറിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹേഫേരിൻ്റെ മകൻ ശെലോഫഹദിന് പുത്രിമാരിൽ അല്ലാതെ പുത്രന്മാരില്ലായിരുന്നു. അവൻ്റെ പുത്രിമാർക്കും മഹ്ള, നോവ, ഹൊഗ്ള, മിൽക്ക, തിർസ എന്നു പേരായിരുന്നു. അവർ പുരോഹിതനായ എലേസറിൻ്റെയും നൂൻ്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുമ്പിൽ അടുത്തിരുന്ന് ഞങ്ങളുടെ സഹോദരന്മാരെ കൊടുത്ത് ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്കൊരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശയുടെ പുത്രിമാർക്ക് അവരുടെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശയ്ക്ക് യോർദാനക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശയുടെ അതിരോ ആശേർ മുതൽ ശെഖേമിന് കിഴക്കുള്ള മിക്മെദാത്ത് വരെയായി ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പുഹയിലെ നിവാസികളുടെ അടുക്കളോളം നീണ്ടുകിടക്കുന്നു. തപ്പുഹ ദേശം മനശ്ശയ്ക്കുള്ളതായിരുന്നു എങ്കിലും മനശ്ശയുടെ അതിലുള്ള തപ്പുഹ പട്ടണം എഫ്രൈമിനുള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിങ്കലിലേക്ക് തോട്ടിൻ്റെ തെക്കുകൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രൈമിനുള്ളവ. മനശ്ശയുടെ അതിർ തോട്ടിൻ്റെ വടക്കുവശത്തൂടെ ചെന്ന് സമുദ്രത്തിൽ അവസാനിക്കുന്നു. തെക്കുഭാഗം എഫ്രൈമിനും വടക്കുഭാഗം മനശ്ശയ്ക്കുമുള്ളത്. സമുദ്രം അവൻ്റെ അതിരാകുന്നു. അത് വടക്ക് അശേരിനോടും കിഴക്ക് ഇസ്സാക്കാരിനോടും തൊട്ടിരിക്കുന്നു. ഇസ്സാക്കാരിലും ആശേരിലും മനശ്ശയ്ക്ക് ബേത്ത് ഷയാനും അതിൻ്റെ അധീന നഗരങ്ങളും, ഇബ്ലെയാമും അതിൻ്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, ഏൻ ദോർ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, തനാക് നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും, മിഗദോ നിവാസികളും അതിൻ്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 വീടുകൾ തന്നെ. എന്നാൽ മനശ്ശയുടെ മക്കൾക്ക് ആ പട്ടണങ്ങളിലെ നിവാസികളെ നീക്കിക്കളയുവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിപ്പിച്ചു. അന്നേരം യോസേഫിൻ്റെ മക്കൾ യോശുവോട് യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങൾ വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരി മാത്രം ഞങ്ങൾക്ക് തരുന്നത് എന്തെന്ന് ചോദിച്ചു.
യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനമെങ്കിൽ എഫ്രൈം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം വരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് നിന്ന് പെരിസ്യരുടെയും മലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലം എടുത്തുകൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. യോസേഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബെത്ത്ശേനിലും അതിലെ അതിർന്ന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരകളിലും അങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാനിയർക്കൊക്കെയും ഇരുമ്പുരാതങ്ങളുണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസേഫിന്റെ കുലമായ എഫ്രൈമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയും ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളതായിരിക്കണം. അത് കാടാകുന്നു എങ്കിലത് നിങ്ങൾ വെട്ടിത്തെളിക്കണം. അതിന് അറുതി പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഉള്ളവ തന്നെ. കനാന്യർ ഇരുമ്പുരാതങ്ങൾ ഉള്ളവരും ബലവാന്മാരുമാകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും. കണ്ടോ, ഓഹരികൾക്കായി ലഭിച്ചതിൽ തൃപ്തിപ്പെടാതെ പിന്നെയും മുന്നോട്ട് പോകുന്ന ഈ ജനത്തോട് പറയുന്നത്, അത് കാടാകുന്നു എങ്കിലും നിങ്ങളത് വെട്ടിത്തെളിക്കണം. അവർ ഇരുമ്പ് രഥങ്ങളുള്ളവരാണ്, ബലവാന്മാരാണ്, പക്ഷേ നിങ്ങളവയെ കീഴ്പ്പെടുത്തും. നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മളുടെ വാഗ്ദത്ത പ്രകാരം മുന്നോട്ട് പോകുമ്പോൾ, നമുക്ക് ലഭിച്ച ദർശനം പറയാൻ മുന്നോട്ട് പോകുമ്പോൾ, മുന്നിൽ എല്ലാം അനുകൂലമായ ഘടകങ്ങളായിരിക്കില്ല കാണുമ്പോൾ. ചിലതെല്ലാം പ്രതികൂലങ്ങളായിരിക്കാം, എതിർപ്പുകളുണ്ടാകാം, തടസ്സങ്ങളുണ്ടാകാം, ഒറ്റപ്പെടുന്ന അനുഭവം ഉണ്ടാകാം, നിന്ദിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാം, പരിഹസിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകാം. പക്ഷേ ദർശനം പ്രാപിച്ച നീ മുന്നോട്ട് പോകണം, വാഗ്ദത്തം ലഭിച്ച നീ മുന്നോട്ട് പോകണം. ഇന്ന് തടയിടുവാനായിട്ട് പല പ്രതിബന്ധങ്ങളെയും പിശാചോട് ഉയർത്തി കാണിക്കും. മിത്രങ്ങൾ ശത്രുക്കളായി തോന്നേക്കാം, സപ്പോർട്ട് ചെയ്യേണ്ടവർ നമ്മൾ തള്ളിക്കളഞ്ഞ് തോന്നേക്കാം, ഒപ്പം നിൽക്കേണ്ടവർ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവർ ചിലപ്പോൾ അവർ വഴിമാറിപ്പോയി തോന്നേക്കാം, പ്രോത്സാഹിപ്പിക്കേണ്ടവർ നമ്മൾ നിരുത്സാഹപ്പെടുത്തി തോന്നേക്കാം. പക്ഷെ നമുക്ക് ഒരു ദർശനമുണ്ടെങ്കിൽ, നമ്മുടെ ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ, നമ്മൾ വിശ്വാസ സ്റ്റെപ്പുകൾ വെക്കുക. ആ യുദ്ധം നമുക്കൊരു ദൈവം ചെയ്യുകയും ജയം നമ്മൾ പ്രാപിക്കും. അവിടെ കാടുണ്ടോ, ഇരുപരഥമുണ്ടോ, മലന്മാരുണ്ടോ എന്നുള്ളതും വിഷയമല്ല. ദൈവത്തെ നമ്മൾ ജയം പ്രാപിപ്പാനിടയായിത്തീരും. 18-ാമത് നമ്മൾ പ്രവേശിക്കുമ്പോൾ മറ്റ് ഗോത്രങ്ങൾക്കുള്ളതായ ഓഹരി വിഭജന വിവരണമാണ് നൽകിയത് 18-ാം അധ്യായത്തിൽ. അനന്തരം അത് 18ഉം 19ഉം അധ്യായങ്ങളും അത് തന്നെയാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവനും ശിലോഹിൽ ഒന്നിച്ചു കൂടി അവിടെ സമാഗമന കൂടാരം നിർത്തി ദേശം അവർക്ക് ഇടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ചു കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ അത്രത്തോളം മടിച്ചിരിക്കും. ഓരോ ഗോത്രത്തിനും 3 പേരെ നിയമിപ്പീൻ, ഞാൻ അവരെ അയക്കും. അവർ പുറപ്പെട്ട ദേശത്ത് കൂടി സഞ്ചരിച്ച് തങ്ങൾക്ക് അവകാശം കിട്ടേണ്ട പ്രകാരം കണ്ടെഴുതി എൻ്റെ അടുക്കൽ മടങ്ങി വരണം. അത് 7 പങ്കായിട്ട് ഭാഗിക്കണം. യഹൂദ തൻ്റെ അതിർക്കകത്ത് തെക്ക് പാർത്തുകൊള്ളട്ടെ, യോസേഫിൻ്റെ കുലവും തൻ്റെ അതിർക്കകത്ത് വടക്ക് പാർത്തുകൊള്ളട്ടെ. അങ്ങനെ നിങ്ങൾ ദേശം 7 ഭാഗമായി കണ്ടെഴുതി ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഞാനിവിടെ നമ്മുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ചീട്ടിടും. ലേവ്യർക്ക് നിങ്ങളുടെ ഇടയിൽ ഓഹരിയില്ലല്ലോ. യഹോവയുടെ പൗരോഹിത്യം അവരുടെ അവകാശം ആകുന്നു. ഗാദും രൂബേനും മനശ്ശയുടെ പാതിഗോത്രവും യഹോവയുടെ ദാസനായ മോശ അവർക്ക് കൊടുത്തിട്ടുള്ള അവകാശവും യോർദാന് കിഴക്ക് വാങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ പുരുഷന്മാർ യാത്ര പുറപ്പെട്ട് ദേശം കണ്ടെഴുതുവാൻ പോയവരോട് യോശുവ, നിങ്ങൾ ചെന്ന് ദേശത്തിൽ സഞ്ചരിച്ച് കണ്ടെഴുതുകയും ഞാനിവിടെ ശിലോഹിൽ യഹോവയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി ചീട്ടിട്ടാണ് എൻ്റെ അടുക്കൽ വണങ്ങി വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. അവർ പോയി ദേശത്ത് കൂടെ കടന്ന് നഗരവിരോധത്തോടു കൂടെ ഒരു പുസ്തകത്തിൽ അത് എഴുതി 7 ഭാഗമായി എഴുതി ശിലോഹിൽ യോശുവയുടെ അടുക്കൽ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ യോശുവ ശിലോഹിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് അവർക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ വെച്ച് യോശുവ ഇസ്രായേൽ മക്കൾക്ക് ഗോത്രഭാഗ പ്രകാരം ദേശം ഭാഗിച്ചു കൊടുത്തു. ബെന്യാമീൻ മക്കളുടെ ഗോത്രത്തിൽ നിന്ന് കുടുംബമായി നറുക്ക് വീണു. അവരുടെ അവകാശത്തെ അതിർ യഹൂദയുടെ മക്കളുടെയും യോസേഫിൻ്റെ മക്കളുടെയും മധ്യേ കിടക്കുന്നു. വടക്ക് ഭാഗത്ത് അവരുടെ വടക്കേ അതിർ യോർദാങ്കൽ തുടങ്ങി വടക്ക് എരിഹോവിൻ്റെ പാർശ്വം വരെ ചെന്ന് പടിഞ്ഞാറോട്ട് മലനാട്ടിൽ കൂടി കയറി ബേത്ത് ആവേൻ മരുഭൂമിയിൽ അവസാനിക്കുന്നു. അവിടെ നിന്ന് അതിർ ബേതേൽ എന്ന ലൂസിൻ്റെ തെക്കുവശം വരെ കടന്ന് താഴത്ത് ബേത്ത് ഹോരോൻ്റെ തെക്കുവശത്തുള്ള മലവഴിയായി അതാരോത്ത് അതാരിലേക്ക് ഇറങ്ങുന്നു. പിന്നെ ആ അതിർ വളഞ്ഞ് പടിഞ്ഞാറേ വശത്ത് ബേത്ത് ഹോരോന് എതിരെയുള്ള മല മുതൽ തെക്കോട്ട് തിരിഞ്ഞ് യഹൂദ മക്കളുടെ പട്ടണമായ കിര്യത്ത് യയാരീം എന്ന കിര്യത്ത് ബാലായെങ്കിൽ അവസാനിക്കുന്നു. ഇത് തന്നെ പടിഞ്ഞാറേ ഭാഗം. തെക്കേ ഭാഗം കിര്യത്ത് യയാരീൻ്റെ അറ്റത്ത് തുടങ്ങി പടിഞ്ഞാറോട്ട് നെപ്തോഹോ വള്ളത്തിൻ്റെ കുറവ് വരെ ചെല്ലുന്നു. പിന്നെ ആ അതിർ ബെൻഹിന്നോൻ താഴ്വരയ്ക്കെതിരെയും രഫായും താഴ്വരയ്ക്കെതിരെയും വടക്കുവശത്തുള്ള മലയുടെ അറ്റം വരെ ചെന്ന് ഹിന്നോൻ താഴ്വരയിൽ കൂടി തെക്കോട്ട് യബൂസ്യ പർവ്വതത്തിൻ്റെ പാർശ്വം വരെയും ഏൻ രോഗൻ വരെയും ഇറങ്ങി വടക്കോട്ട് തിരിഞ്ഞ് ഏൻ ഷെമേഷിലേക്കും അദുമ്മീം കയറ്റത്തിനെതിരെയുള്ള ഗലീലോത്തിലേക്കും ചെന്ന് രൂബേൻ്റെ മകനായ
ബോഹൻ്റെ കല്ലുവരെ ഇറങ്ങി അരാബായിക്കെതിരെയുള്ള മലഞ്ഞൂരിലേക്ക് കടന്ന് അരാബയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിന്നെ ആ അതിർ വടക്കോട്ട് ബെത്ഹോഗ്ലയുടെ മലഞ്ചെരുവ് വരെ കടന്ന് തെക്ക് യോർദാൻ്റെ അഴിമുഖത്ത് ഉപ്പുകടലിൻ്റെ വടക്കേറ്റത്ത് അവസാനിക്കുന്നു. ഇത് തെക്കേ അതിർ, അതിൻ്റെ കിഴക്കേ അതിർ യോർദാനാകുന്നു. ഇത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശത്തിൻ്റെ ചുറ്റുമുള്ള അതിരുകൾ. എന്നാൽ ബെന്യാമിൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ പട്ടണങ്ങൾ യെരിഹോ, ബേത്ത് ഹോഗ്ല, ഏമേക്, കെസിസ്, ബേത്ത് അരാഭ, സെമ്രായിം, ബേദേൽ, അവീം, പാര, ഓഫ്ര, കെഫാർ, അമോനി, ഒഫ്നി, ഗേബ ഇങ്ങനെ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഗിബിയോൻ, രാമ, ബെരാത്ത്, മിസ്പെ, കെഫീര, മോസ, രഖ, ഇർപ്പേൽ, തരല, സേല, എലേഹ്, യെരുശലേം എന്നീ യെബൂസിയ നഗരവും. ഷെബിയത്ത്, കിരിയത്ത് ഇങ്ങനെ 14 പട്ടണവും അവരുടെ ഗ്രാമങ്ങളും. ഇത് ബെന്യാമിൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശം. രണ്ടാമത്തെ നാർക്ക് ഷിമിയോന് കുടുംബമായി ഷിമിയോൻ മക്കളുടെ ഗോത്രത്തിൽ വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർ ഷെബ, ഷെവ, മെലാദ, ഹസൻ, ഷുവാൽ, ബാല, ഏസേം, എൽത്തോൽ, ബേദൂൽ, ഹോർമ, സിക്ലാഗ്, ബേത്ത് മാർക്ക, ബോത്ത്, ഹസർ, സുസ, ബേത്ത് ലാബയോത്ത്, ഷാരുഹേൻ ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. അയീൻ, റിമോൻ, ഏദർ, ആശാൻ ഇങ്ങനെ 4 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേദേശത്തിലെ രാമ എന്ന ബാലത്ത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഷിമിയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഷിമിയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിനിടയിൽ ഷിമിയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സിബ്ലൂൻ മക്കൾക്ക് കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിർ സാരിദ് വരെ ആയിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലിലേക്ക് കയറി ദബാശത്ത് വരെ ചെന്ന് യക്നോയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു. സാരിദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന് നേരെ കിസ്വേത്ത് താബോരിൻ്റെ അതിരിലേക്ക് തിരിഞ്ഞു ദബരത്തിന് ചെന്ന് യാഫിയിലേക്ക് കയറ്റുന്നു. അവിടുന്ന് കിഴക്കോട്ട് ഷത്ത് ഗത്ത് ഹേഫരിലേക്കും ഏത്ത് ഹസനിലേക്കും കടന്ന് നെയ്യാ വരെ നീണ്ടു കിടക്കുന്ന റിമോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നോദോൻ്റെ വടക്ക് വശത്ത് തിരിഞ്ഞ് ഇഫ്താഹ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. ഖത്താത്ത്, നഹല്ലാൽ, ഷിമ്രോൻ, യുദല, ബേത്ലഹേം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നാർക്ക് ഇസ്സാഖാറിന് കുടുംബമായി ഇസ്സാഖാർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രയേൽ, കെസില്ലോത്ത്, ഷൂനേം, ഹൊഹയീം, ഷിയോൻ, അനഹരത്ത്, രബീത്ത്, കിഷിയോൻ, ഏബേസ്, രേമത്ത്, എൻഗന്നീം, എൻഹദ്ദബേത്ത്, പസസേസ് എന്നിവയായിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസുമ, ബേത്ത് ഷെമേഷ് എന്നിവയിൽ എത്തി യോർദാനിൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇസ്സാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേദൻ, അക്ഷാഖ്, അല്ലമലേഖ്, അമാദ്, മിഷാൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മയിലും ഷീഗോർ ലിബ്നാത്ത് വരെ എത്തി സൂര്യോദയത്തിന് നേരെ ബേത്ത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബ്ലൂണിലും ബേത്ത് എമേക്കിലും നെയ്യയിലും ഇഫ്താഹ് എൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ, ഹെബ്രോൻ, രഹോബ്, ഹർമോൻ, കാന എന്നിവയിലും മഹാനഗരമായ സിദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സൂരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഓസോയിലേക്ക് തിരിഞ്ഞ് സക്സീബ് ദേശത്ത് സമുദ്രത്തിൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്, രഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നപ്താലി മക്കൾക്ക് കുടുംബമായി നപ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ ഹെലേഫും സാനരീമിലെ കരുവേഗവും തുടങ്ങി അദാമീനാക്യൂബിലും യാബ്നോലിലും കൂടി ലക്കും വരെ ചെന്ന് യോർദാനിൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോറിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹുക്കോങ്ങിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സെബൂലിനോടും പടിഞ്ഞാറ് വശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോർദാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീം, സേർ, ഹമ്മത്ത്, രക്കത്ത്,
കിന്നോരോത്ത്, അദമ, രാമ, ഹാസോർ, കേദേശ്, എദ്രയി, എൻ ഹസോർ, ഇരോൻ, മിഗ്ദൽ ഏൽ, ഹെരാം, ബേത്ത് അനാത്ത്, ബേത്ത് ഷമേഷ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഇവ നപ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശദേശം സൊര, എസ്തായോൽ, ഈർ, ഷെമേഷ്, ഷലബീൻ, അയ്യാലോൻ, യിത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽതെക്കെ, ഗിബദോൻ, ബാലാത്ത്, യഹൂദ്, ബെനേബെരക്, ഗത്രിമോൻ, മേയർകോൻ, രഖോൻ എന്നിവയും യാഫിനെതിരെയുള്ള ദേശവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലാമേശ് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചു വാളിൻ്റെ വയത്തിനെയാൽ സംഭരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു. ലാമേശിന് തങ്ങളുടെ അപ്പനായ ദാനിൻ്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശപട്ടണങ്ങളും ഗ്രാമങ്ങളുമാകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ ന്യൂനമകനായ യോശുവയ്ക്ക് തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായ എഫ്രൈം മലനാട്ടിലെ തിമ്നത്ത് സെരഹ് അവിടെ യഹോവയുടെ കൽപ്പന പ്രകാരം നമ്മൾ കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. ഉപരോധനായ എലേസറും ന്യൂനമകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോബിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിലടുക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചിട്ടിട്ട് അവകാശം വിഭാഗിച്ചു കൊടുത്തു. അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. തമ്പുരാൻ അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ അവർ ജീവിതത്തിൽ നിറവേറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും 20-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 20-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിവാദി വിഷയം എന്നുള്ളത് സങ്കേത നഗരങ്ങളുടെ ഒരു വിവരണമാണ്. അബദ്ധവശാൽ ഒരുവൻ തെറ്റ് ചെയ്യുന്നു. ആ തെറ്റിൻ്റെ ഫലമായിട്ട് മറ്റുള്ളവരുടെ ശിക്ഷിക്കാൻ വരുമ്പോൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുവാനുള്ള നഗരമാണ് സങ്കേത നഗരങ്ങൾ. ആ നഗരത്തിൽ കയറിയാൽ പിന്നെ അവനെ ഉപദ്രവിക്കാനും പാടില്ല എന്നുള്ളതാണ് അവരുടെ പ്രമാണം. ആ സങ്കേത നഗരങ്ങളുടെ ഒരു വിവരണമാണ് 20-ാം അധ്യായത്തിലുള്ളത്. പിന്നെ യഹോവ യോശുവയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സാങ്കേതിക നഗരങ്ങൾ നിശ്ചയിപ്പിൻ. രക്തപ്രതികാരകൻ കൊല്ലാതിരിപ്പാൻ അവ നിങ്ങൾക്ക് സങ്കേതമായിരിക്കണം. ആ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പട്ടണത്തിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം പട്ടണത്തിലെ മൂപ്പന്മാരെ അറിയിക്കുകയും അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കണത്തിന് അവനൊരു സ്ഥലം കൊടുക്കുകയും വേണം. രക്തപ്രതികാരകൻ അവനെ പിന്തുടർന്ന് ചെന്നാൽ കൊല ചെയ്തവൻ മനസ്സറിയാതെയും പൂർവ്വദോഷം കൂടാതെയും തൻ്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകിയാൽ അവർ അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ സഭയുടെ മുമ്പാകെ നിസ്താരത്തിന് നിൽക്കും വരെയോ അന്നുള്ള പുരോഹിതൻ്റെ മരണം വരെയോ ആ പട്ടണത്തിൽ പാർക്കണം. അതിനുശേഷം കൊല ചെയ്തവന് താൻ വിട്ടുപോടിപ്പോന്ന സ്വന്തം പട്ടണത്തിലേക്കും തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാം. അങ്ങനെ അവർ നപ്താലി മലനാട്ടിൽ ഗലീലയിലെ കേദേശും, എഫ്രൈം മലനാട്ടിൽ ശേഖേമും, യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയും, കിഴക്ക് യെരിഹോവിനെതിരെ യോർദാനക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയുള്ള ബേസേരും, ഗലിയാദിൽ ഗാദ് ഗോത്രത്തിൽ രാമോത്തും, ബാഷാനിൽ മനശ്ശഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. അബദ്ധവശാൽ ഒരുത്തനെ കൊന്നുപോയവൻ സഭയുടെ മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികാരൻ്റെ കൈയാൽ മരിക്കാതെ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് സെൽമക്കുകയും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിക്കും വേണ്ടി നിശ്ചയിച്ച പട്ടണങ്ങൾ ഇവ തന്നെ. അപ്പോൾ സംഘടനകളുടെ വിവരം കഴിഞ്ഞ് 21-ാം അധ്യായം പ്രവേശിക്കാൻ 21-ാം അധ്യായത്തിലെ പ്രധാന വിഷയം ലേവ്യ പട്ടണങ്ങളെക്കുറിച്ചുള്ളതായ ഒരു വിവരണമാണ്. അനന്തരം ലേവ്യരുടെ കുടുംബത്തലവന്മാർ പുരോഹിതനായ എലിയാസാറിൻ്റെയും ന്യൂനമകനായ യോശുവയുടെയും ഇസ്രായേൽ ഗോത്രങ്ങളിലെ കുടുംബത്തലവന്മാരുടെയും അടുക്കൽ വന്നു. കനാൻ ദേശത്ത് ശീലോയിൽ വെച്ച് അവരോട്, യഹോവ ഞങ്ങൾക്ക് പാർപ്പാൻ പട്ടണങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾക്ക് പുൽപ്പുറങ്ങളും തരുവാൻ മോശം മാതിരി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ അവകാശത്തു നിന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഈ പട്ടണങ്ങളും അവരുടെ പുൽപ്പുറങ്ങളും ലേവ്യർക്ക് കൊടുത്തു. കെഹാത്യരുടെ കുടുംബങ്ങൾക്ക് വന്ന നറുക്കുപ്രകാരം ലേവ്യരിൽ പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് യൂദാഗോത്രത്തിലും ശിമെയോൻ ഗോത്രത്തിലും ബെന്യാമീൻ ഗോത്രത്തിലും കൂടെ 13 പട്ടണം കിട്ടി. കെഹാത്തിന്റെ ശേഷം മക്കൾക്ക് എഫ്രൈം ഗോത്രത്തിലും ദാൻ ഗോത്രത്തിലും മനശ്ശയുടെ വാദ്ഗോത്രത്തിലും നറുക്കുപ്രകാരം 10 പട്ടണം കിട്ടി. ഗെർശോന്റെ മക്കൾക്ക് ഇസ്സാഖർ ഗോത്രത്തിലും ആശർ ഗോത്രത്തിലും നപ്താലി ഗോത്രത്തിലും ബാഷാനിലെ മനശ്ശയുടെ പദ്ധതി ഗോത്രത്തിലും നറുക്കുപ്രകാരം 13 പട്ടണം കിട്ടി. മെരാരിയുടെ മക്കൾക്ക് കുടുംബമായി രൂബൻ ഗോത്രത്തിലും ഗാദ് ഗോത്രത്തിലും സെബൂലൂൻ ഗോത്രത്തിലും കൂടെ 12 പട്ടണം കിട്ടി. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ലേവ്യർക്ക് ഈ പട്ടണങ്ങളും അവയുടെ പുൽപ്പുറങ്ങളും നറുക്കുപ്രകാരം കൊടുത്തു. അവർ യഹൂദ മക്കളുടെ ഗോത്രത്തിലും ശിമോൻ മക്കളുടെ ഗോത്രത്തിലും താഴെ പേർ പറയുന്ന പട്ടണങ്ങളെ കൊടുത്തു. അവ ലേവ്യ മക്കളിൽ കെഹാത്യരുടെ കുടുംബങ്ങളിൽ നിന്ന് അഹ്റോന്റെ മക്കൾക്ക് കിട്ടി.
അവർക്കായിരുന്നു ഒന്നാമത്തെ നറുക്ക് വന്നത്. യഹൂദമലനാട്ടിൽ അവർ അനാക്കിൻ്റെ അപ്പനായ അർബാനയുടെ പട്ടണമായ ഹെബ്രോനും അതിനുള്ള ചുറ്റുമുള്ള പുൽപ്പുറങ്ങളും അവർക്ക് കൊടുത്തു. എന്നാൽ പട്ടണത്തോട് ചേർന്ന നിലങ്ങളും ഗ്രാമങ്ങളും അവർ യെഫുന്നയുടെ മകനായ കാലേബിന് അവകാശമായി കൊടുത്തു. ഇങ്ങനെ ഒരു പുരോഹിതനായ അഹരോന്റെ മക്കൾക്ക് കൊല ചെയ്തവന് സങ്കേതകരമായ ഹെബ്രോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ലിബ്നായും അതിൻ്റെ പുൽപ്പുറങ്ങളും, യഥീരും അതിൻ്റെ പുൽപ്പുറങ്ങളും, എസ്തെമോവയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹോലേനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ദബീരും അതിൻ്റെ പുൽപ്പുറങ്ങളും, അയ്യനും അതിൻ്റെ പുൽപ്പുറങ്ങളും, യുത്തയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ബേത് ഷെമേഷും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ ആ 2 ഗോത്രങ്ങളിൽ 9 പട്ടണവും, ബെന്യാമിൻ ഗോത്രത്തിൻ്റെ ഗിബിയോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഗേബയും അതിൻ്റെ പുൽപ്പുറങ്ങളും, അനാദോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, അൽമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 4 പട്ടണവും കൊടുത്തു. അഹരോന്റെ മക്കളായ പുരോഹിതന്മാർക്ക് എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. കെഹാത്തിന് ശേഷം മക്കളായ ലേവ്യർക്ക് കെഹാത്തി കുടുംബങ്ങൾ തന്നെ നറുക്കുപ്രകാരം കിട്ടിയ പട്ടണങ്ങൾ എഫ്രൈം ഗോത്രത്തിലായിരുന്നു. എഫ്രൈം നാട്ടിൽ കൊല ചെയ്തവന് സംഗതികരമായ ഷെഖേമും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഗേസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും, കിബ്സൈമും അതിൻ്റെ പുൽപ്പുറങ്ങളും, ബെത്ത് ഹോരനും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 4 പട്ടണവും. ദാൻ ഗോത്രത്തിൽ ഏൽതൊക്കെയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഗിബദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, അയാലോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഗത്ത് റിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 4 പട്ടണവും. മനശ്ശെയുടെ പാതിഗോത്രത്തിൽ താനാക്കും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഗത്ത് റിമോനും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 2 പട്ടണവും അവർക്ക് കൊടുത്തു. ഇങ്ങനെ കെഹാത്തിന് ശേഷം മക്കളുടെ കുടുംബങ്ങൾക്ക് എല്ലാം കൂടി 10 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ലേവ്യരുടെ കുടുംബങ്ങളിൽ ഗെർശോന്റെ മക്കൾക്ക് മനശ്ശെയുടെ പാതിഗോത്രത്തിൽ കൊല ചെയ്തവന് സംഗതികരമായ ബാഷാനിലെ ഗോലാനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ബേത്ത്സെയും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 2 പട്ടണവും. ഇസ്സാഖാർ ഗോത്രത്തിൽ കിഷ്യോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ദാബോരത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, യർമൂത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, എൻഗന്നീമും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 4 പട്ടണവും. ആശർ ഗോത്രത്തിൽ മിഷാലും അതിൻ്റെ പുൽപ്പുറങ്ങളും, അബ്ദോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹെൽക്കത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, രഹോബും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 4 പട്ടണവും. നപ്താലി ഗോത്രത്തിൽ കൊല ചെയ്തവനും സംഗതികരമായ ഗലീലയിലെ കേദേശും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹമ്മോദ്ദൂരും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഖർദാനും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 3 പട്ടണവും കൊടുത്തു. ഗെർശോന്യർക്ക് കുടുംബമായി എല്ലാം കൂടി 13 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. ശേഷം ലേവ്യരിൽ മെരാരി കുടുംബങ്ങൾക്ക് സിബ്ലൂൻ ഗോത്രത്തിൽ യൊക്നായാമും അതിൻ്റെ പുൽപ്പുറങ്ങളും, കർദയും അതിൻ്റെ പുൽപ്പുറങ്ങളും, ദിഗ്നിയും അതിൻ്റെ പുൽപ്പുറങ്ങളും, നഹ്ലാലും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 4 പട്ടണവും. രൂബേൻ ഗോത്രത്തിൽ ബേസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും, യഹസയും അതിൻ്റെ പുൽപ്പുറങ്ങളും, കെദോമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, മെഫാത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ 4 പട്ടണവും. ഗാദ് ഗോത്രത്തിൽ കൊല ചെയ്തവന് സംഗതികരമായ ഗലിയാദിലെ രാമോത്തും അതിൻ്റെ പുൽപ്പുറങ്ങളും, മഹനീമും അതിൻ്റെ പുൽപ്പുറങ്ങളും, ഹെഷ്ബോനും അതിൻ്റെ പുൽപ്പുറങ്ങളും, യാസേരും അതിൻ്റെ പുൽപ്പുറങ്ങളും. ഇങ്ങനെ എല്ലാം കൂടി 4 പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ശേഷം ലേവ്യ കുടുംബങ്ങളായ മെരാര്യർക്ക് നറുക്ക് പ്രകാരം കുടുംബവുമായി കിട്ടിയ പട്ടണങ്ങളെല്ലാം കൂടി 12 ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്കെല്ലാം കൂടി 48 പട്ടണവും അവിടെ പുൽപ്പുറങ്ങളും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനും ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങൾക്കൊക്കെയും അങ്ങനെ തന്നെയായിരുന്നു. യഹോവ ഇസ്രായേലിന് താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുന്ന സത്യത്തിന്റെ ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു. യഹോവയുടെ പിതാക്കന്മാർ സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കൾ ഒരു ദൈവത്തിനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സർശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാകാതെ സകലവും നിവൃത്തിയായി. നമ്മൾ ഈ സെക്ഷൻ പഠിക്കുമ്പോൾ നമ്മളൊക്കെ തരുന്ന പ്രത്യാശ എന്നറിയാമോ? യഹോവ അവരോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. പ്രിയപ്പെട്ടവരെ, നാം ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കുവാനായിട്ട്, ദൈവാശ്രയം വർദ്ധിക്കുവാനായിട്ട് കാരണം എന്ത്? അവൻ നമ്മോട് ഒരു കാര്യം അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വൃഥാവായി പോകില്ല എന്നുള്ളതാണ്. നമുക്കൊരു പക്ഷേ ഈ കഴിഞ്ഞ ചില സെക്ഷനിൽ ചില അധ്യായങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്ക് അതിൽ വലിയ തോന്നൽ കിട്ടിയിട്ടില്ല. ഒരു വിവരണമായിരുന്നു. പക്ഷേ ആ വിഭരണം നമ്മൾ വിളിച്ചിരുന്നത് എന്തറിയാമോ? അവൻ അരുളിച്ചതുപോലെ ഒന്നും വൃഥാവാക്കാതെ ആ ജനത്തിന് വേണ്ടി അവൻ്റെ വാക്ക് നിവർത്തിച്ചു എന്നുള്ളതാണ്. അങ്ങനെ തലമുറ ദൈവത്തിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ പതിലേ എന്നോടുള്ള ദൈവിക വാഗ്ദാനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. അവൻ്റെ വായിലെ വാക്കുകൾ പോലെ, അവൻ്റെ വാഗ്ദാനങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. അതുകൊണ്ട് ക്ഷമയോടെ കാത്തിരുന്ന് ആ വാഗ്ദാനങ്ങൾ പണികൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ ഒരു വാഗ്ദാനവും വൃതമായി പോവുകയില്ല. നിനക്ക് തന്ന ഒരു ദർശനവും വൃതമായി പോവുകയില്ല. നീ കേട്ട ദൂതും
നിൻ്റെ ഇന്നത്തെ ജീവിതാനുഭവങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കാം. ഒരിക്കലും അനുകൂലമായൊരു ഘടകമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യം ദൈവത്താൽ സകലം സാധ്യമാകും എന്നുള്ളതാണ്. കാരണം എന്താണ്? അവൻ്റെ വായിലെ വാക്കുകൾക്ക് മാറ്റമില്ല, അവൻ്റെ ഒരു ദൂതും വൃതാവായി പോവുകയില്ല. വിശ്വസിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. സ്വർഗീയ പിതാവേ എന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് ലഭിച്ച അവകാശങ്ങൾ വിഭജിക്കുന്നതായ കാര്യങ്ങൾ വായിച്ചു കേട്ടു. എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യം കർത്താവേ, നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും വൃതാവായി പോയില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ തന്നതായ വാഗ്ദാനങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിലെ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കഷ്ടങ്ങളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. അതിന് നടുവിലും നീ പറഞ്ഞ വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ലാതെ അത് ഓരോന്നായി സംഭവിക്കുമെന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് നിന്നെ ആശ്രയിപ്പാൻ സ്വങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടുള്ള ഓരോരുത്തരുള്ള വാഗ്ദാനങ്ങളുണ്ടല്ലോ കർത്താവ്, നിങ്ങളുടെ വാഗ്ദാന പ്രയോജനക്കാരനെ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കൂടുതൽ വിശ്വസിപ്പാൻ, കൂടുതൽ ആശ്രയിപ്പാൻ അല്ലെങ്കിൽ പഠനഭാഗങ്ങൾ സഹായിക്കണമേ. ഞങ്ങളുടെ നാമത്തെ മുഖത്ത് യേശു നാമം തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സെക്ഷനിൽ പങ്കെടുത്തതിന് നന്ദി പറയുന്നു. ഇത് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിപ്പാനായിട്ട് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും പ്രോത്സാഹനങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.